ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം ഇപ്പോൾ കേവലം മിസൈലുകളിലും ഡ്രോണുകളിലും മാത്രം ഒതുങ്ങുന്നതല്ല. മറിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ സാങ്കേതിക വിദ്യാ ഭീമന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ യുദ്ധമായി ഇത് മാറിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ആഗോള കമ്പനികളുടെ പശ്ചിമേഷ്യൻ ആസ്ഥാനങ്ങളും ഡാറ്റാ സെന്ററുകളും ഇറാന്റെ റെഡ് അലർട്ട് പട്ടികയിൽ ഉൾപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നിം ന്യൂസിനെ ഉദ്ധരിച്ച് CNN പുറത്തുവിട്ട ഈ വാർത്ത ടെക് ലോകത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ലക്ഷ്യം വെക്കുന്ന സ്ഥാപനങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. ആഗോള ഇന്റർനെറ്റ് ക്ലൗഡ് സേവനങ്ങളുടെ നട്ടെല്ലായ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്നിവരുടെ ഡാറ്റാ സെന്ററുകളാണ് ഈ പട്ടികയിൽ പ്രധാനമായും ഉള്ളത്. ഇവ തകരുന്നത് ലോകത്തെ ഡിജിറ്റൽ ആശയവിനിമയത്തെ നിശ്ചലമാക്കാൻ കാരണമാകും. കൂടാതെ ആധുനിക നിർമ്മിത ബുദ്ധി മേഖലയിലെ അധികായന്മാരായ എൻവിഡിയ, പ്രതിരോധ മേഖലയ്ക്ക് ഡാറ്റ വിശകലന സേവനങ്ങൾ നൽകുന്ന ഒറാക്കിൾ, പലാന്തർ, IBM തുടങ്ങിയ കമ്പനികളും ഇറാന്റെ നിരീക്ഷണത്തിലാണ്. ശത്രുപക്ഷത്തിന്റെ സൈനിക നീക്കങ്ങളെയും വിവര ശേഖരണത്തെയും ദുർബലപ്പെടുത്തുക എന്നതാണ് ഇത്തരം കമ്പനികളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇറാൻ ഉദ്ദേശിക്കുന്നത്. ഇറാൻ എന്തുകൊണ്ടാണ് ഇത്തരം ടെക് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രായേലിന് പുറമെ UAE, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ടെക് ഇൻഫ്രാസ്ട്രക്ചറുകളെ ആക്രമണത്തിലൂടെ ഒരു പ്രാദേശിക യുദ്ധത്തെ ആഗോള സാങ്കേതിക പ്രതിസന്ധിയായി മാറ്റാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇത്തരം ഡാറ്റാ സെന്ററുകൾ തകർക്കപ്പെട്ടാൽ മേഖലയിലെ ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഗവൺമെന്റ് പോർട്ടലുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും തടസ്സപ്പെടും. ഇതൊരു രാജ്യത്തിന്റെ സാധാരണ പ്രവർത്തനത്തെ തന്നെ സ്തംഭിപ്പിക്കാൻ പോകുന്നതാണ്. ഭൗതികമായ നാശത്തിനപ്പുറം ഒരു ഡിജിറ്റൽ തകർച്ചയാണ് ഇറാൻ ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇതൊരു വെറും ഭീഷണി മാത്രമല്ല എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ബഹ്റൈനിലെ ആമസോൺ ഡാറ്റാ സെന്ററിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. അതുപോലെ തന്നെ ദുബായിലെയും സമീപ പ്രദേശങ്ങളിലെയും ആമസോൺ ഡാറ്റാ സെന്ററുകൾക്ക് നേരെ സമാനമായ വ്യോമാക്രമണ ശ്രമങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെയും ആഗോള ബിസിനസ് ഗ്രൂപ്പുകളുടെയും പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ആഗോളതലത്തിൽ വലിയ ആഘാതം സൃഷ്ടിക്കും. ഇറാന്റെ ഈ പുതിയ നീക്കം യുദ്ധത്തിന്റെ സ്വഭാവത്തെ തന്നെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സൈനിക താവളങ്ങൾക്ക് പകരം സിവിൽ സാങ്കേതിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് യുദ്ധം കൂടുതൽ ഭയാനകമാക്കും. പല പ്രമുഖ ടെക് കമ്പനികളും തങ്ങളുടെ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചതായും സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിച്ചതായും വാർത്തകളുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സാഹചര്യത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ സാങ്കേതിക കരുത്തിനെ തകർക്കുന്നതിലൂടെ അവരുടെ പ്രതിരോധത്തിലാക്കാൻ ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ആഗോള ഇന്റർനെറ്റ് ലോകത്തെയും സാമ്പത്തിക വിപണിയെയും എങ്ങനെ ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.